ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ മികച്ച പ്രകടനം ഇന്ത്യ പാരീസിൽ നടത്തുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷ. മെഡൽ കണക്ക് പറഞ്ഞ് താരങ്ങളെ സമ്മർദ്ദത്തിലാക്കാനില്ല. താരങ്ങൾക്ക് ഐഒഎയും സർക്കാരും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി. ഇത്തവണയും മലയാളി വനിതകൾ ഇല്ലാത്തതിൽ നിരാശയുണ്ടെന്നും അതിന് മാറ്റമുണ്ടാകണമെന്നും പി.ടി. ഉഷ 24നോട് പറഞ്ഞു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷ ചേരുകയാണ് 24നൊപ്പം. മാം, എങ്ങനെയാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ഒരുക്കങ്ങൾ? പ്രിപ്പറേഷനൊക്കെ ഐഒയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രിപ്പറേഷനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റും ഒക്കെ തന്നെ നല്ല ഇനീഷ്യേറ്റീവ് എടുത്ത് നല്ല കോർഡിനേഷനോട് കൂടി എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മെഡൽ പ്രതീക്ഷകൾ? മെഡൽ പ്രതീക്ഷ ആക്ച്വലി ടോക്കിയോനേക്കാളൊക്കെ നന്നായിട്ട് മെഡൽ വിൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഷൂട്ടിങ്ങിൽ, അതുപോലെ തന്നെ റെസ്ലിങ്ങിൽ, വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ, ഷട്ടിൽ ബാഡ്മിൻ്റണിൽ, നീരജ് അത്ലറ്റിക്സിൽ നീരജ് നല്ല പെർഫോമൻസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോക്കിയോനേക്കാൾ ടീം അംഗങ്ങളുടെ എണ്ണത്തിൽ കുറച്ച് നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അത് മെഡൽ പ്രതീക്ഷകളെ ഒട്ടും ബാധിക്കില്ല. ഇല്ല, ക്വാണ്ടിറ്റിയേക്കാളും നല്ല ക്വാളിറ്റി അല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ കൂടുതൽ മെഡലുകൾ നേടാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി രണ്ടാം തവണ കേരളത്തിന് വനിതാ താരങ്ങളില്ല. അതൊരു നിരാശയുണ്ടോ? ആരും ഇല്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ സ്വന്തം നാടല്ലേ, എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം എന്തായാലും തോന്നുമല്ലോ. എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ നമ്മളിങ്ങനെ പിന്നോട്ട് പോകാൻ പാടില്ല. എന്തായാലും ഇത്തവണ അപ്പോൾ ഇന്ത്യ മെഡൽ വേട്ടയിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് എണ്ണങ്ങൾ പറഞ്ഞിട്ട് സ്പോർട്സ്മാനെ ഒരു പ്രഷറിൽ കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ല, സ്പോർട്സ്മാൻമാരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവർക്ക് പ്രഷർ കൊടുക്കരുത്. അവരെ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ മെൻ്റലി ഫ്രീ ആയിട്ട് പോയി ചെയ്യട്ടെ, അവരുടെ ബെസ്റ്റ് ചെയ്യട്ടെ. അവരെ ബെസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല ചിലത് മെഡലായിട്ട് വരും, ചിലർ അവരിതുവരെ ചെയ്യാത്ത ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരും. അങ്ങനെ ചെയ്യിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഇത്തവണ ഇന്ത്യക്ക് വലിയ മെഡൽ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷ നമ്മളോട് പങ്കുവച്ചത്. മോഹൻകുമാറിനും ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.